ഹായ് ഗൈസ്, നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ കണ്ടാലോ? നമ്മളിവിടെ മാർക്ക് ആൻഡ് സേവിലാണ് വന്നിട്ടുള്ളത്. വലിയ ഷോപ്പിംഗ് ആയിട്ടൊന്നുമില്ല, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഓഫറുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാണ്. ഖത്തറിൽ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആയതുകൊണ്ട് കുട്ടികളുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഒക്കെ നല്ല ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സിന് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. ഇത് 2 പാക്കറ്റിന് 13 റിയാലാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഈ ഫ്രോസൺ കപ്പയാണ് എടുക്കുന്നത്. ഫ്രോസൺ അല്ലാത്ത കപ്പ കിട്ടും, പക്ഷേ ശ്രീലങ്കയാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുറച്ചും കൂടി മധുരമുള്ളതാണ്, നമുക്ക് ആ ഒരു ടേസ്റ്റ് പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പുളി വാങ്ങുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇതിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. യുദ്ധം സ്റ്റാർട്ട് ആയതിനു ശേഷം ഇവിടെ എല്ലാ ഐറ്റംസിനും അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. മെയിനായിട്ട് തേങ്ങ 2 റിയാൽ 2.5 റിയാലിലൊക്കെ കിടന്ന തേങ്ങയാണ് ഇപ്പോൾ ഒരെണ്ണം 6 റിയാൽ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ റേറ്റ് കൂടിയാലും വാങ്ങിയല്ലേ പറ്റൂ, കാരണം നമ്മൾ മലയാളികൾക്ക് തേങ്ങയില്ലാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് വിലക്കയറ്റം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും റേറ്റ് കുറഞ്ഞതും ഓഫറിലുള്ളതൊക്കെ നോക്കിയാണ് എടുത്തിട്ടുള്ളത്. ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ പഴയ റേറ്റ് തന്നെയാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത്രയും റേറ്റ്. ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പാലിന്റെ സെക്ഷനിലേക്കാണ് പോയത്. മസറാത്തി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് പാലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇത് 1 ലിറ്റർ 8 റിയാലാണ്. 1 ലിറ്റർ പാലെടുത്താലും നമുക്ക് 2 ദിവസം യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങുക ചെയ്യുന്നത്. ഈ സെയിം ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ യോഗേർട്ടും എടുക്കുന്നത്. ഈ ഒരു ബോക്സിൽ 1 കിലോ യോഗേർട്ടാണ് ഉള്ളത്. പിന്നെ ഇത് ഈ ഒരു ഡയറ്റ് പെപ്സിയും കൂടെയാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ഇവിടെ ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസും ബാക്കി മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ ബില്ല് ചെയ്ത് നേരെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ നല്ല രസമാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് കയറിയതാണ്. ഇതൊരു ചെറിയ സ്പീക്കറും 2 മൈക്കും ആണ്. നമുക്ക് ഇങ്ങനെ കരോക്കിയൊക്കെ വെച്ചിട്ട് പാട്ട് പാടാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. ഓഫറിൽ കിടന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി കുറച്ച് നേരം. ഇവിടെ മെയിനായിട്ട് ഓഫർ ഉണ്ടായിരുന്നത് കുട്ടികളുടെ ബുക്ക്, പെൻസിൽ, പേന അങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ കുറച്ച് നേരം ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നോക്കി. ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ എപ്പോഴും വരുമ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും. ഇതെങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമല്ല കേട്ടോ. ഒരു 2 റിയാൽ 3 റിയാൽ റേഞ്ചിൽ വരുന്നതാ. ഈ സെക്ഷനിലോട്ടൊക്കെ നമ്മൾ കുട്ടികളെയും കൊണ്ടുവന്നാൽ പിന്നെ തിരിച്ചു പോകുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഈ ഡിസൈനൊക്കെ മാറ്റി വേറെ പുതിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇവർ വെക്കുന്നത്. ലേഡീസിൻ്റെ ഹാൻഡ് ബാഗിനും അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്ന ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം അതൊക്കെ എടുത്തിങ്ങനെ നോക്കിയിട്ട് ഞാൻ അതുപോലെ തിരിച്ച് വെച്ച് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ബാഗ് വാങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ബാഗ് വാങ്ങിയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മുടെ നാട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി എല്ലാത്തിനും കളക്ഷൻസ് കൂടുതലുണ്ട്. നമുക്കിങ്ങനെ കണ്ടാൽ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും. പിന്നെ ഓഫർ വരുമ്പോഴും അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ എന്തായാലും ഈ സെക്ഷനിലോട്ട് വന്നതല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ ഒന്നും എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുക്കണോ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ വേറെ ആർക്കും അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഓവറാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സെറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.